മീനാക്ഷിയുടെ ശൈശവ കാലഘട്ടത്തെ ഓർത്തെടുക്കുന്ന ഈ സ്കൂളിലെ മുൻകാല അധ്യാപകനും നിലവിലെ SMC ചെയർമാനുമായ ശ്രീ അരവിന്ദൻ മാസ്റ്റർ. പ്രിയരെ, ഒരു ധന്യമുഹൂർത്തത്തിന് സാക്ഷികളാവുകയാണ് നാം. ജന്മം കൊണ്ടതിനു ശേഷം ഏറെ ബാലാരിഷ്ടതകൾ അഭിമുഖീകരിച്ച് പരിമിതികൾ തട്ടിമാറ്റി ഒരു LP സ്കൂളിൽ നിന്നും വളർന്ന് പന്തലിച്ച് ഒരു ഹൈസ്കൂളായി ഉത്തുംഗ സോപാനത്തിൽ അഭിമാനത്തോടെ തലയുയർത്തി നിൽക്കുന്ന ഈ നാടിൻ്റെ ഹൃദയത്തുടിപ്പായി വിദ്യാനഭസിലെ രജതരേഖയായി നമ്മുടെ മീനാക്ഷി സ്കൂൾ, അതിൻ്റെ പുതിയ കെട്ടിട നിർമ്മാണത്തിൻ്റെ നാന്ദി കുറിക്കുന്ന മഹനീയ നിമിഷം. വിഷൻ 2020 സ്വപ്ന പദ്ധതിയുടെ മറ്റൊരു മഹനീയ മാതൃക. ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ ശിലാസ്ഥാപനം നിർവഹിക്കുന്നതോടെ മീനാക്ഷി എന്ന ഈ കൊച്ചു ഗ്രാമത്തിൻ്റെ അല്ല, ഈ നാടിൻ്റെ അടങ്ങാത്ത ആവേശം. അതെ, വാക്കുകളില്ല ഈ സന്തോഷം പങ്കിടാൻ. 1952 വിമുക്ത ഭടന്മാരുടെ കുട്ടികൾക്കായി 1-2 ക്ലാസുകളോടെ ഒരു ഓല ഷെഡിൽ ശ്രീ ലൂക്കോസാറിൻ്റെ നേതൃത്വത്തിൽ ആരംഭം കുറിച്ച ഈ വിദ്യാലയത്തിൻ്റെ ശോചനീയമായ അവസ്ഥ അന്ന് സ്ഥലം സന്ദർശിച്ച ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പട്ടം താണുപിള്ള കാണുകയും മുകളിൽ കാണുന്ന ഷെഡ് അനുവദിച്ചു തരികയുമാണ് ഉണ്ടായത്. പരേതനായ ശ്രീ ഗോവിന്ദൻകുട്ടി നായരുടെ മകൻ ശ്രീ വേലായുധനാണ് ഈ വിദ്യാലയത്തിലെ പ്രഥമ വിദ്യാർത്ഥിയെന്ന് രേഖകൾ സാക്ഷ്യപ്പെടുത്തുന്നു. അതേപോലെ ഇവിടെ നിന്ന് പഠിച്ച, ആദ്യമായി ജോലി ലഭിച്ച ബ്രിഗേഡിയറായി പിരിഞ്ഞ ശ്രീ MJ ജോസഫ്, ഇവിടെ നിന്ന് പഠിച്ചുപോയി ആദ്യമായി SSLC പാസ്സായ ശ്രീ ജോസഫിൻ്റെ തന്നെ സഹോദരി, ഈ നാട്ടുകാരിയുമായിരുന്ന ഡാനി ജോസഫ് എന്നിവരുടെ ജീവിത വിജയം ഇത്തരുണത്തിൽ ഓർത്തുപോകുന്നു. ആദ്യാക്ഷരങ്ങൾ പഠിച്ച് ഇവിടെ നിന്നും പോയ പൂർവ്വ വിദ്യാർത്ഥികൾ ഒരുപാട് സമൂഹത്തിൻ്റെ വിവിധ മേഖലകളിൽ ഉന്നത സ്ഥലങ്ങളിൽ ഇപ്പോഴും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ളത് അഭിമാനത്തോടുകൂടി നമുക്ക് ഓർക്കേണ്ട ഒരു വേളയാണിത്. ഒരുപാട് അത്തരം പേരുകളുള്ളതുകൊണ്ട് അതിന് ഇവിടെ മുതിരുന്നില്ല എന്ന് മാത്രം. 1981 നമ്മുടെ ഈ വിദ്യാലയം ഒരു UP സ്കൂളായി ഉയർത്തിയത്. ശ്രീ MB മാത്യുവിൻ്റെ നേതൃത്വത്തിലുള്ള PTA, ഹെഡ് മാസ്റ്റർ ശ്രീ K ജോബ് സാറിൻ്റെ നേതൃത്വത്തിലുള്ള സ്കൂൾ അധ്യാപകർ അന്ന് കഠിന പ്രയത്നത്തിലൂടെ കെട്ടിപ്പടുത്ത ക്ലാസ് മുറികളാണ് ഈ കാണുന്നത്. കാരണം UP ആയി അംഗീകരിക്കണമെങ്കിൽ കെട്ടിടം നിർമ്മിച്ച് സർക്കാരിന് നൽകണമെന്നതായിരുന്നു അന്നത്തെ വ്യവസ്ഥ. വീണ്ടും 2013 ഇത് ഹൈസ്കൂളായി ഉയർത്തിയപ്പോൾ ഈ നാടിൻ്റെ ചിരകാലമായ അഭിലാഷം പൂവണിയുകയായിരുന്നു. അംഗീകാരം കിട്ടിയെങ്കിലും സാങ്കേതിക തടസ്സങ്ങൾ നീക്കിക്കിട്ടാൻ വേണ്ടി വിദ്യാർത്ഥികളും PTAയും അധ്യാപകരും സമരരംഗത്ത് ഇറങ്ങേണ്ടി വന്നു എന്ന കാര്യം ഇത്തരുണത്തിൽ സ്മരണീയമാണ്. ശ്രീ CK സഹദേവൻ്റെ നേതൃത്വത്തിലുള്ള PTA, ശ്രീമതി പ്രമീളയുടെ നേതൃത്വത്തിലുള്ള MPTA, മാതൃകാപരമായ സേവനം സമർപ്പിച്ച അധ്യാപകർ എന്നിവരുടെ പ്രവർത്തനം ഈ വിദ്യാലയത്തെ ജില്ലയിലും സംസ്ഥാനവും കടന്ന് അങ്ങ് ഡൽഹി വരെ എത്തിച്ചത് ഇത്തരുണത്തിൽ സ്മരണീയമാണ്.
കലാരംഗത്തും ശാസ്ത്ര പ്രദർശനത്തിലും മറ്റു പാഠ്യേതര വിഷയങ്ങളിലും വിദ്യാലയ പ്രവർത്തനങ്ങളിലും നമ്മുടെ മിടുക്കന്മാരും മിടുക്കികളും ഒട്ടും പിന്നിലല്ലെന്ന് അവർ വാരിക്കൂട്ടിയ സമ്മാനങ്ങൾ തെളിയിക്കുന്നു. കെട്ടിടത്തിൻ്റെ അപര്യാപ്തതയായിരുന്നു നമ്മുടെ മുന്നിലെ ഉത്തരം കിട്ടാത്ത ചോദ്യചിഹ്നം. തിങ്ങി നിറഞ്ഞ ക്ലാസ് മുറികൾ മാതൃകാധ്യാപനത്തിന് വിലങ്ങുതടിയായി. പ്രവേശനം ഇന്നിതാ ആ പ്രതിബന്ധങ്ങളെ എല്ലാം തട്ടിമാറ്റി നമ്മുടെ മോഹം പൂവണി. ഇനി GHS ബീനാച്ചിയുടെ വിജയഭേരി ഇവിടുത്തെ അധ്യാപകരിലൂടെ നമുക്ക് ശ്രവിക്കാം. എല്ലാവർക്കും നല്ല നമസ്കാരം. സഹ്യൻ്റെ ഉയരങ്ങളിലെ വയലേലകളും കാർഷിക സംസ്കൃതിയുടെ പെരുമയും ഗോത്ര സംസ്കൃതിയുടെ തുടിതാളവും ഉണർത്തുന്ന നമ്മുടെ നാട് ഇന്ന് അതിജീവനത്തിൻ്റെ പാതയിലാണ്. അപ്പോഴും ഉറച്ച മനസ്സോടെ മുന്നേറുകയാണ് നാം. കരുത്തും ഊർജവും പകർന്നേകുന്ന സർക്കാർ സംവിധാനങ്ങൾ, സമർപ്പിത മനസ്സോടെ സഹകരണമേകുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, ആത്മത്യാഗത്തോടെ പ്രവർത്തിക്കുന്ന PTA, MPTA, അർപ്പണബോധത്താൽ നമ്മുടെ സ്കൂളിനെ നോക്കിക്കാണുന്ന ബീനാച്ചി പ്രദേശത്തെ സഹൃദയവൃന്ദം, പ്രധാന അധ്യാപിക, രക്ഷിതാക്കൾ, വിദ്യാർത്ഥികൾ, അധ്യാപകർ, അനധ്യാപക സുഹൃത്തുക്കൾ ഏവരുടെയും ഉണർവിൻ്റെ ഊഷ്മളതയാണ് ബീനാച്ചി ഗവൺമെൻറ് ഹൈസ്കൂൾ കൈവരിച്ച ഈ നേട്ടങ്ങൾ. പൊതുവിദ്യാലയങ്ങൾ മികവിൻ്റെ കേന്ദ്രങ്ങളാകുന്ന കുതിപ്പിൽ ആത്മഹർഷം തുടിക്കുന്ന നമ്മുടെ വിദ്യാലയാങ്കണത്തിലേക്ക് ഈ വർഷം പുതിയതായി 212 വിദ്യാർത്ഥികൾ എത്തിച്ചേർന്നത് അഭിമാന നേട്ടം തന്നെയാണ്. നാളിതുവരെ നാം കൈവരിച്ച നേട്ടങ്ങൾ മികവിൻ്റെ പര്യായമായി നമ്മുടെ സ്കൂളിനെ മാറ്റിയെന്നതും ഏറെ അഭിമാനകരം തന്നെ. 2013 സെക്കൻഡറി സ്കൂളായി ഉയർന്ന GHS ബീനാച്ചിയുടെ ആദ്യ SLC ബാച്ച് 2016 100% വിജയത്തിളക്കത്താൽ ഉന്നത പഠനത്തിന് അർഹത നേടിയപ്പോൾ 2020 5ാമത്തെ SLC ബാച്ചിനെയും ഉന്നത പഠനത്തിന് പടികയറ്റി വിട്ടപ്പോൾ തുടർച്ചയായ 5 വർഷവും ഉജ്ജ്വല വിജയഗാഥ ആവർത്തിക്കുകയായിരുന്നു. 2016-17 ആന്ധ്രാപ്രദേശിൽ വെച്ച് നടന്ന സതേൺ ഇന്ത്യ സയൻസ് ഫെയറിൽ കേരളത്തെ പ്രതിനിധീകരിച്ച് പങ്കെടുത്തത് നമ്മുടെ സ്കൂളിലെ അഭിഷേക് രവീന്ദ്രൻ എന്ന വിദ്യാർത്ഥിയാണ്. അവിടെ തുടങ്ങുന്നു ബീനാച്ചി ഹൈസ്കൂളിലെ ദേശീയ അന്തർദേശീയ തലത്തിലുള്ള ചുവടുവയ്പ്. 2017-18 മാതൃഭൂമി സീഡ് വിശിഷ്ട ഹരിത വിദ്യാലയ പുരസ്കാരം സംസ്ഥാന തലത്തിൽ 2ാം സ്ഥാനം നേടി. 2018-19 മാതൃഭൂമി സീഡ് ശ്രേഷ്ഠ ഹരിത വിദ്യാലയ ജില്ലാ പുരസ്കാരം കരസ്ഥമാക്കി. 2018-19 ഇൻസ്പയർ അവാർഡ് സംസ്ഥാനതല വിജയികളായി ദേശീയ തലത്തിൽ കേരളത്തെ പ്രതിനിധീകരിച്ച് വിജയം കൈവരിച്ച 6 വിദ്യാർത്ഥികളിൽ 2 പേർ നമ്മുടെ സ്കൂളിലെ അനഘ വിനോദ്, മുഹമ്മദ് അൻസിൽ എന്നീ വിദ്യാർത്ഥികളാണ്. ഇവർക്ക് അന്തർദേശീയ തലത്തിലേക്ക് സെലക്ഷൻ ലഭിച്ചത് ബീനാച്ചി സ്കൂളിലെ ചരിത്ര നേട്ടങ്ങളിലൊന്നു തന്നെ. എല്ലാ വർഷവും നമ്മുടെ വിദ്യാർത്ഥികൾ ബാലശാസ്ത്ര കോൺഗ്രസിൽ ഗവേഷണ പ്രബന്ധങ്ങൾ അവതരിപ്പിച്ച് പ്രശസ്തി പത്രവും ഉയർന്ന ഗ്രേസ് മാർക്കും നേടുന്നു. ശാസ്ത്രമേളകളിലെ പ്രോജക്റ്റ്, വർക്കിംഗ് മോഡൽസ്, യുവജനോത്സവ വേദികളിലെ അറബിക്, സംസ്കൃതം, പൊതുവിഭാഗം എന്നീ മേഖലകളിലെ പ്രശസ്തി പത്രം, ഗ്രേസ് മാർക്ക് എന്നിവ ആവർത്തന വിജയഗാഥ ഒരുക്കുന്നു. സംസ്ഥാന പ്രവൃത്തി പരിചയമേളയിലെ നാച്ചുറൽ ഫൈബർ പ്രൊഡക്റ്റ്, പ്ലാസ്റ്റർ ഓഫ് പാരീസ് മോൾഡിംഗ്, ന്യൂട്രീഷൻ ഫുഡ് മേക്കിംഗ് എന്നീ ഇനങ്ങളിൽ പ്രശസ്തി പത്രവും ഗ്രേസ് മാർക്കും തുടങ്ങി എല്ലാ പാഠ്യേതര പ്രവർത്തനങ്ങളിലും നാം മുന്നിൽ തന്നെ. ബീനാച്ചി സ്കൂളിൻ്റെ നേട്ടങ്ങളുടെ പട്ടിക നിൽക്കുന്നില്ല.
2018-19 ലിറ്റിൽ യൂണിറ്റിന്റെ പ്രവർത്തന മികവിന് ജില്ലയിൽ 2ാം സ്ഥാനം. കൃഷിവകുപ്പും വിദ്യാഭ്യാസ വകുപ്പും സംയുക്തമായി സംഘടിപ്പിച്ച സംസ്ഥാനതല അഗ്രി ഫെസ്റ്റിൽ ജില്ലയിൽ നിന്ന് പങ്കെടുത്ത ഏക വിദ്യാലയം. പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ ശാസ്ത്ര സംഗമത്തിൽ ജില്ലയെ പ്രതിനിധീകരിച്ച് സോഷ്യൽ സയൻസ്, പ്രവൃത്തി പരിചയം എന്നീ മേഖലകളിൽ 2 വിദ്യാർത്ഥികൾ പങ്കെടുത്തു. LSS, USS, NMMS, ന്യൂ മാത്സ്, സംസ്കൃതം, അറബിക് തുടങ്ങിയ മത്സര പരീക്ഷകളിൽ മികച്ച വിജയം നേടി സ്കോളർഷിപ്പിന് അർഹരാകുന്ന വിദ്യാർത്ഥികൾ ഓരോ വർഷവും അധികരിക്കുന്നതും എടുത്തു പറയാവുന്ന അക്കാദമിക നേട്ടങ്ങളാണ്. നെറ്റ്ബോൾ സ്റ്റേറ്റ് മീറ്റ് ഫോർ ഗേൾസിൽ സെലക്ഷൻ ലഭിച്ച് തിരുവനന്തപുരം അയ്യങ്കാളി സ്പോർട്സ് സ്കൂളിൽ ഹയർ സെക്കൻഡറിക്ക് രാധിക MM എന്ന വിദ്യാർത്ഥിക്ക് അഡ്മിഷൻ ലഭിച്ചു. കൃഷിവകുപ്പിന്റെ സഹായത്തോടെ 1/2 ഏക്കർ സ്ഥലത്ത് ജൈവ പച്ചക്കറിത്തോട്ടം, മഴമറ പച്ചക്കറി പദ്ധതി ഇവയിലൂടെ കുട്ടികൾക്ക് വിഷരഹിത പച്ചക്കറി ഉച്ചഭക്ഷണത്തിൽ. സാങ്കേതിക വിദ്യയിലും റോബോട്ടിക്സിലും പരിജ്ഞാനം ലഭ്യമാക്കുന്ന പൂർണ്ണ പ്രവർത്തന സജ്ജമായ അഡൾട്ട് ടിങ്കറിംഗ് ലാബ്, 40 ലാപ്ടോപ്പുകൾ, പ്രൊജക്ടറുകൾ, മൂവി ക്യാമറ, LED TV തുടങ്ങി ആധുനിക സംവിധാനങ്ങളോടെയുള്ള കമ്പ്യൂട്ടർ ലാബ്, 5000-ലേറെ പുസ്തകങ്ങളുള്ള ലൈബ്രറി എന്നിങ്ങനെ വിദ്യാർത്ഥികൾക്ക് പഠന പ്രവർത്തനങ്ങൾക്കാവശ്യമായ എല്ലാ സൗകര്യങ്ങളും GHS ബീനാച്ചിക്ക് സ്വന്തം. ഇങ്ങനെ പരിസ്ഥിതി സൗഹൃദാന്തരീക്ഷം കാത്തുസൂക്ഷിക്കുന്നതിനും സാമൂഹിക പ്രതിബദ്ധതയുള്ള വിദ്യാർത്ഥികളെ സൃഷ്ടിക്കുന്നതിനും ഉതകുന്ന പ്രവർത്തനങ്ങൾ GHS ബീനാച്ചിയുടെ പ്രത്യേകത. 2019-20 PTA അവാർഡ് ജില്ലയിൽ 2ാം സ്ഥാനവും പ്രശസ്തി പത്രവും ക്യാഷ് അവാർഡും ലഭിച്ചു. യങ് ഇന്നൊവേഷൻ പ്രോഗ്രാമിൽ UPHS വിഭാഗത്തിൽ നിന്ന് എല്ലാ വർഷവും വിദ്യാർത്ഥികളെ പങ്കെടുപ്പിക്കുന്നു. ചെസ്സിൽ ജൂനിയർ മാസ്റ്റേഴ്സായി മികവ് പുലർത്തി ദേശീയ അന്തർദേശീയ തലത്തിൽ പ്രാഗൽഭ്യം തെളിയിച്ചുകൊണ്ടിരിക്കുന്ന അർജുൻ ബിജു നമ്മുടെ സ്കൂളിന്റെ അഭിമാനമാണ്. കേരള പൊതുവിദ്യാഭ്യാസ വകുപ്പിൽ പ്രവൃത്തി പരിചയ മേഖലയ്ക്ക് അനുവദിക്കുന്ന പ്രൊഡക്ഷൻ സെന്റർ ഫോർ സ്കൂളിൽ സംസ്ഥാനത്ത് ആകെ 10 വിദ്യാലയങ്ങളെ തെരഞ്ഞെടുത്തതിൽ വയനാട് ജില്ലയിലെ ഏക വിദ്യാലയം. സൂചിമുഖി പദ്ധതിക്ക് 50,000 രൂപ ലഭിച്ചു. JRC യൂണിറ്റ്, ക്ലിക്ക് ചെസ് പരിശീലനം, കൃഷി ക്ലബ്, പരിസ്ഥിതി ക്ലബ് തുടങ്ങി അക്കാദമികവും അക്കാദമികേതരവുമായ മികച്ച പ്രവർത്തനങ്ങൾ. ചുരുങ്ങിയ കാലത്തിനുള്ളിൽ ബീനാച്ചിയുടെ അഭിമാനമായി തല ഉയർത്തി നിൽക്കുന്ന ഈ വിദ്യാലയത്തിൻ്റെ വരവിനായി കാത്തിരിക്കാം. 2 കൈയും കെട്ടി നമുക്ക് സ്വീകരിക്കാം. ബീനാച്ചി ഗവൺമെൻറ് ഹൈസ്കൂളിന് വേണ്ടി ഒറ്റ മനസ്സോടെ നമുക്ക് കാത്തിരിക്കാം. അറിവിന്റെ പാതയിലൂടെ നടന്നിടാം, അജ്ഞതയാകെ മാറ്റിടാം. അക്ഷരം പഠിച്ചിടാം, അന്ധകാരം വെട്ടിമാറ്റിടാം. അറിവിന്റെ പാതയിലൂടെ നടന്നിടാം, അജ്ഞതയാകെ മാറ്റിടാം. ഈ സരസ്വതി ക്ഷേത്രത്തിലൊത്തുചേർന്നിടാം, ഈ നാടിൻ കരുത്തായി വളർന്നിടാം. ഈ സരസ്വതി ക്ഷേത്രത്തിലൊത്തുചേർന്നിടാം, ഈ നാടിൻ കരുത്തായി വളർന്നിടാം. ഉണ്മയും നന്മയും പകർന്നിടാം, കന്മഷങ്ങളൊക്കെ മാറ്റിടാം. ഉണ്മയും നന്മയും പകർന്നിടാം, കന്മഷങ്ങളൊക്കെ മാറ്റിടാം. അക്ഷരം പഠിച്ചിടാം, അന്ധകാരം വെട്ടിമാറ്റിടാം. അറിവിൻ്റെ പാതയിലൂടെ നടന്നിടാം, അജ്ഞതയാകെ മാറ്റിടാം. അജ്ഞതയാകെ മാറ്റി